ഹലോ, എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ ലാലേട്ടൻ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയത് ഞാൻ കണ്ടിരുന്നു. ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ലാലേട്ടൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു അത്. അപ്പോൾ ഞാൻ ഈ റെസിപ്പി ഇന്ന് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണുക. ഇതിനായിട്ട് ഞാനൊരു 250 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി തന്നെ എടുക്കണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും. പച്ചമുളക് 2 എടുത്തിട്ടുള്ളൂ, നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ചുട്ടെടുത്ത തേങ്ങയാണിത്. തേങ്ങ ചുട്ട് തന്നെ എടുക്കണം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം. മിക്സിയിലിടരുതും, ഒരു കല്ലിൽ വെച്ച് ചതച്ചെടുത്താൽ മതി. തേങ്ങയും ചതച്ച് തന്നെ എടുക്കുക. മിക്സിയിൽ അടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ഒരുപാട് അരഞ്ഞ പോലാക്കി ചതക്കരുതും, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാനൊരു മൺചട്ടിയിലാണ് ചെയ്തെടുക്കുന്നത്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാനുണ്ട്. സാധാരണ നമ്മൾ ചിക്കൻ കറിയിൽ കടുക് പൊട്ടിക്കാറില്ല, പക്ഷെ ഇതിൽ നമ്മൾ കടുക് പൊട്ടിച്ചിട്ടാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇപ്പോൾ ഇടണ്ട, തേങ്ങ പിന്നീടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി എല്ലാം കൂടെ ഇട്ട് എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് എണ്ണയിലേക്ക് ഇട്ടൊന്ന് വഴറ്റി എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. അത്രയ്ക്ക് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ടേസ്റ്റ് ആയിരുന്നു ഇതിന്. ഇനി ഒരല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ ഇവിടെ മൂടി വെച്ചൊന്നുമല്ല വേവിക്കുന്നത്. ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ഒത്തിരി അങ്ങ് കുഴഞ്ഞൊന്നും പോവണ്ട. നമുക്ക് അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ബാക്കി നമുക്ക് ചിക്കനിൽ കിടന്നത് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ ഇതിലേക്ക് ഒരുപാട് സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല, മസാലകളൊന്നും. കുറച്ച് കുരുമുളകും, കുറച്ച് ഗരം മസാലയും, പിന്നെ കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുരുമുളകും ചില്ലി ഫ്ലേക്സും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ട് ഇതിന്. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുത്തിച്ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്, അടിയിൽ പിടിക്കരുതും. ഇങ്ങനെ ചട്ടിയിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. ഇത് നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലും ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ അരപ്പ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ 3-4 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലേക്ക് വെള്ളം ഒരു കാരണവശാലും ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. വെള്ളം ഒഴിച്ചല്ല ഇത് ചെയ്യുന്നത്. ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ കിടന്നാണ് ഇത് വെന്ത് കിട്ടേണ്ടത് നമുക്ക്. അപ്പോൾ മൺചട്ടിയിൽ വെക്കുമ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാനിവിടെ അടച്ചു വെക്കുന്ന ഒരു പാത്രത്തിന് മുകളിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം വെച്ച് കൊടുത്താൽ നമ്മുടെ ഇത് അടിയിൽ പിടിക്കാതെ നമുക്ക് കിട്ടുന്നതാണ്. മൺചട്ടിയിൽ വെക്കുമ്പോൾ എന്ത് സാധനം മൺചട്ടിയിൽ വെക്കുമ്പോഴും ഇതുപോലെ വെച്ച് കൊടുത്താൽ അടിക്ക് പിടിക്കാതെ നമുക്ക് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചിക്കനിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങി തുടങ്ങി കഴിയുമ്പോഴത്തേക്കും മൂടി വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഒഴിക്കുന്ന ആ വെള്ളം നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. പിന്നെയും വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇത് വറ്റിക്കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കണം. 20 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി. വീണ്ടും ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ വെള്ളം ഇടയ്ക്ക് മാറ്റിയിരുന്നു. ചിക്കനിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങിയപ്പോൾ ഞാൻ മാറ്റി കൊടുത്തിരുന്നു. ചിക്കനെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഇത് വറ്റി കിട്ടാനുണ്ട്. ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കണം നമുക്ക്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പരുവത്തിനും എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചോറിനേലും ഒക്കെ നല്ലത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചൂടിൻ പുട്ടാണ്. പുട്ടിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. ചോറിനേലും നല്ലത് പുട്ടിൻ്റെ കൂടെ തന്നെ കഴിക്കുന്നതാണ്. ഇനി ഒന്നും കൂടി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം നമുക്ക്. ചിക്കൻ എല്ലാം എന്താ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മറ്റൊരു എപ്പിസോഡിൽ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.